ഹലോ ഗായ്സ്, നമുക്കിന്ന് കുറച്ച് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. നല്ല രസമുള്ളൊരു പലഹാരമാണ്. അതിനായിട്ട് ഞാനൊരു 5-8 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ പിച്ചി ഏന്തി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കണത്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊണ്ട് വന്നിട്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ച് ജാറിലൊഴിച്ച് അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് തന്നെ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അതും എടുത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് വാനില എസൻസ്, മുട്ടയുടെ കുത്തൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു. അത് നമുക്ക് ഈ ബ്രെഡ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരുവിധം എല്ലായിടത്തേക്കും ആവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇത് ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് ഉണ്ടാക്കി വരുമ്പോൾ ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നവും. എന്നിട്ട് നമ്മൾ ഇത്തിരി കൂടി ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം കണ്ട ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടണം കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ കയ്യിൽ നെയ്യ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓയിൽ ചേർത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർക്കുക. അതിന് ശേഷം നമ്മൾ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുത്ത് ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെയാണ് ഇപ്പോൾ ബ്രെഡ് കൊണ്ട് ചെയ്തത്. ഇത് ശരിക്കും നെയ്യ് ചേർത്ത് ഒരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. അത്രയ്ക്കും സോഫ്റ്റായിട്ട് വരില്ല. അത് കേക്കിൻ്റെ അത്രയും അങ്ങനെ പഞ്ഞി പോലെയായിട്ട് വരില്ല. ഇത്തിരി ചെറിയൊരു ഹാർഡ് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കാഷ്നട്ടും അതുപോലെ ബദാം ഒന്ന് മറിച്ചും പിന്നെ തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തു, ഇത്തിരി കളർഫുള്ളാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഓവനിൽ വെക്കാം. ഗ്യാസ് സ്റ്റോപ്പിലായാലും വെക്കാം. ഞാൻ ഓവനിലാണ് ഇപ്പോൾ വെച്ചത്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കുത്തി നോക്കിയപ്പോൾ കമ്പിയിലൊന്നും ഇതിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെടുത്ത് മാറ്റാം. അതിനത് എടുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി എടുത്തു. ഇപ്പോൾ നല്ലൊരു കേക്ക് പോലെ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് പിള്ളേർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.